ഇത്രയും വലിയ മനുഷ്യത്വ വിരുദ്ധത ലോകത്തേതെങ്കിലും യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടോ? താങ്കൊണ്ടോ ഈ നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. എന്റെ സുഹൃത്ത് ഇപ്പൊ തന്നെ പറഞ്ഞു ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്ന കുട്ടികളുടെ തലയ്ക്ക് നോക്കി വെടിവെക്കുന്ന ക്രൂരത എന്ന്. ഈ വാർത്ത കൊടുത്തതിന്റെ പേരിൽ വാഷിംഗ്ടൺ പോസ്റ്റ് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാണ് അഭിലാഷ് വാർത്ത കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കോമൺ സെൻസിൽ ആലോചിച്ചാൽ മതിയല്ലോ. പക്ഷെ ഒരുത്തരം വെടിവെച്ച് കൊല്ലാനാണ് ഭക്ഷണം കൊടുത്തേച്ച് വെടിവെച്ച് കൊല്ലേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അതായത് ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിന്റെ 3.5 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് വെച്ചാണ് വെടിവെപ്പ് ഉണ്ടായത്. ഭക്ഷണ വിതരണ കേന്ദ്രം രാവിലെ 10 മണിക്ക് തുടങ്ങുന്നു. വെടിവെപ്പ് ഉണ്ടാകുന്നത് വെളുപ്പിന് 4 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു ക്രിസ്ത്യൻ പേരുള്ള ഒരുത്തൻ ഞായറാഴ്ച മുസ്ലിം പേരുള്ള ഒരാളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറി. അവർ പിടിച്ചു കെട്ടിയായിട്ട് പോലീസിനെ വിളിച്ചു നല്ല അടിയും കൊടുത്തു എന്ന് വിചാരിക്കാം. പത്രങ്ങൾ പിറ്റേ ദിവസം എഴുതുകയാണ് ഞായറാഴ്ച പള്ളിയിൽ പോയ ക്രിസ്ത്യൻ യുവാവിനെ മുസ്ലിങ്ങൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലത്തെ ഒരു കള്ളത്തരം വാർത്തയാണ് ഈ കൊടുത്തിരിക്കുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. കാരണം അവിടെ നടന്ന സംഭവമല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഇതുമായിട്ട് കയറ്റി പറയുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ വികാരപരമായിട്ട് ഇതുമായിട്ട് ചിന്തിക്കുക എന്നുള്ളത്. നീ വിഷമിക്കേണ്ടി, എനിക്കൊരു വിഷമമില്ല.